ടീച്ചർ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കലി ഇതിലൊരു ഗെയിം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. കാരണം പല മണ്ഡലങ്ങളിലുള്ള ആളുകൾ നമ്മൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ പല മണ്ഡലങ്ങളിൽ ഈ വാർത്ത പല രീതിയിലാണ് പ്രചരിക്കപ്പെട്ടത്. ഒരിടത്ത് വൈപ്പിൻ MLA ആണെങ്കിൽ മറ്റൊരിടത്ത് ചിലപ്പോൾ കുന്നത്തനാടാവും, അല്ലെങ്കിൽ കോതമംഗലം ആവും. അങ്ങനെ ഇടത് MLA എല്ലാവരെയും സംശയത്തിന്റെ നിലയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. ഈ വാർത്തയ്ക്ക് പിന്നിൽ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു നീക്കമില്ല. അത് എറണാകുളം ജില്ലയിലെ എല്ലാ ഇടത് നേതാക്കന്മാരെയും സംശയം നിഴലാക്കുക, ഒപ്പം ടീച്ചറിനെയും സംശയം നിഴലാക്കുക, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും തീർത്ത് കളയാൻ വേണ്ടി കാടടച്ചൊരു വെടിവെപ്പ് അങ്ങനെ ഒരു ഉണ്ടാവും. അതൊക്കെ തീർച്ചയായിട്ടും അതിന്റെ അകത്ത് രാഷ്ട്രീയമുണ്ട്. വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അന്തസ്സും അഭിമാനവും ഒക്കെ സ്ത്രീകൾക്ക് മാത്രം വേണ്ടതല്ല അല്ലേ. ഇപ്പോ എന്നെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കൂട്ടി ശ്രീ KN ഉണ്ണികൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ മറ്റ് 3 MLA-മാരെയും ഈ പുരുഷന്മാർക്കൊക്കെ ഈ അന്തസ്സും അഭിമാനവും വേണ്ടതാണ്. ഇപ്പൊ ഞാൻ നിയമ നടപടി സ്വീകരിച്ചു. ഈ MLA-മാരടക്കം ഈ പറഞ്ഞ ഈ അപവാദത്തിനെതിരെ മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെ, ഇവരും കാര്യം അവരുടെയും ആ അന്തസ്സിനെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള സമൂഹത്തിലെ അവസ്ഥയെ ഒക്കെ ഇടിച്ചു താഴ്ത്തുന്ന വിധത്തിലാണല്ലോ, അവരെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ടാണല്ലോ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ അവരും ഏത് പുരുഷനാവട്ടെ, അതിൽ സ്ത്രീ മാത്രല്ല. നമ്മളുടെ ഒരു സമൂഹത്തിന്റെ ഒരു പോക്ക് എന്താന്ന് വിചാരിച്ചാൽ, സ്ത്രീയാണോ സ്ത്രീ പോട്ടെ, സ്ത്രീ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ, അല്ലെങ്കിൽ സ്ത്രീക്ക് പ്രത്യേക സഹതാപം, അതല്ല. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പുരുഷൻ, ട്രാൻസ്ജെൻഡേഴ്സ്, സ്ത്രീകൾ എല്ലാവരും അനുഭവിക്കുന്ന മാനസികാവസ്ഥയ്ക്ക് കൃത്യമായ നിലപാടെടുക്കണം, നിയമപരമായി കാര്യങ്ങൾ സ്വീകരിക്കണം. പിന്നെ എനിക്ക് വളരെ സന്തോഷമാണ് ഇപ്പോ ഈ ഫേസ്ബുക്കിലൂടെ കേട്ടപ്പോ തോന്നിയത്. നമ്മുടെ ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുത്തു. അന്വേഷണം ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇതൊക്കെ പിൻവലിച്ചു പോകുന്നു. അതുപോലെ തന്നെ, പക്ഷെ ഇതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല കേട്ടോ. നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ, അപമാനവും ഒരു മാനസിക സംഘർഷമൊക്കെ ആ സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കാത്ത പോലും ഉണ്ടായിട്ട് സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ ഇതിന് ഗവൺമെന്റ് സംവിധാനം, ഗവൺമെന്റ് മെഷീനറി കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് എന്റെ കൂടെ മാത്രമല്ലല്ലോ. ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഉണ്ടായിരുന്നു, ഗവൺമെന്റ് കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ഏത് സ്ത്രീയുടെ വിഷയം ഉണ്ടായാലും ഗവൺമെന്റ് സംവിധാനം നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ച് വരുന്ന ഭാവിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ അവർക്ക് കിട്ടുന്ന ഒരു ധാർമ്മിക പിന്തുണയാണ്. കാരണം ഞങ്ങളുടെ കൂടെ ഒരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളൊരു ബോധ്യം. അപ്പോഴാണ് ഇനിയും സ്ത്രീകൾ ഇതേപോലെ മുന്നോട്ട് വരികയും ഇത്തരം പുഴുക്കുത്തകള് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുകയും ഒരു തെളിഞ്ഞ വെള്ളം മുകളിലേക്ക് വരികയും ചെയ്യും. ഈ അഴുക്കിനെ ഒക്കെ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം.